എന്റെ അടിയിൽ വരഞ്ഞിട്ട് ഇസ്തിഹാസാണ് ആക്കിയത്. അങ്ങനെ നേരെതിരാകുക? അപ്പൊ മതിയല്ലോ. അപ്പൊ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. എതിർവാദനല്ല നിങ്ങൾ എഴുതിയേ. അങ്ങനെയാണ് പ്രാർത്ഥന എന്നല്ല നിങ്ങൾ എഴുതണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നില്ല എന്ന് എഴുതി. പ്രാർത്ഥന ശിർക്കാണെന്നാണ് ഞങ്ങളെ വാദം. അതെന്താ പ്രാർത്ഥന എഴുതാത്ത നിങ്ങള്? അല്ല, കൊടുത്ത മേറ്ററിൽ എഴുതിക്കോ. ഇതൊരാവശ്യമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ ഒടുവിലേ നമ്മൾ സംവാദത്തിൽ വരുമ്പോ കഴിഞ്ഞ ഇന്നത്തെ സംവാദത്തിലുണ്ടായി ലാസ്റ്റ് കളവ് പറഞ്ഞത് തെളിയിക്കാൻ വ്യവസ്ഥയില്ലാത്തത് കാരണം അങ്ങനെ ആരാ പറഞ്ഞേ? അങ്ങനെ ലാസ്റ്റ് പിരിഞ്ഞത്. അങ്ങനെ ആരാ പറഞ്ഞേ? ഇങ്ങനെ ഒപ്പീനിയനിലെത്താനി എന്നുള്ളത് കാണിച്ചു തരണം എന്നുള്ളത് പറഞ്ഞപ്പോ അങ്ങനെ വ്യവസ്ഥയില്ലാത്തത് കാരണം എന്തിന് വ്യവസ്ഥയില്ല? ഇങ്ങനെ ഒരാൾ കളവ് പറയുന്നത് തെളിയിക്കണമെന്ന് വ്യവസ്ഥയില്ല എന്ന് ഞാൻ പറഞ്ഞ. നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞതിന്റെ മധ്യസ്ഥം പറഞ്ഞു. എന്ത് കളവ് പറഞ്ഞാൽ തെളിയിക്കണമെന്ന് വ്യവസ്ഥയിലില്ല വെല്ലുവിളിക്കുന്നു ഞാൻ. അങ്ങനെ ഒരു പദപ്രയോഗം കളവ് പറയുന്നത് തെളിയിക്കണം. പിന്നെന്താ പറഞ്ഞത്? ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കളവ് പറയുന്നത് വ്യവസ്ഥയിലില്ല എന്ന് ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പൊ തന്നെ കൊണ്ടുവരും. എന്താ പറയുക? ഞങ്ങള് വിഷയമുണ്ടായി, നിങ്ങൾ ഇല്ലത്താനി വായിച്ചു. അപ്പൊ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടു എന്ത്, ഇത് വീണ്ടും ചർച്ച ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു? അത് നിങ്ങളൊന്ന് പറയും. അപ്പൊ നിങ്ങളെ കൊണ്ട് തന്നെ പറയിച്ചരാ. വേണ്ട, എന്നെ കൊണ്ട് പറയിക്കണ്ട. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞോന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കളവ് പറയുന്നത് തെളിയിക്കാൻ കളവ് പറയുന്ന വാക്കുകൊണ്ടല്ലോ. ഉള്ള വാക്ക് പറഞ്ഞാൽ ഒരാത്ത വാക്ക് കളവ് എന്ന ആരോപണം നടത്തുമ്പോൾ അത് വിട്ടു. പിൻവലിച്ചില്ല. വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ വെച്ച് പറഞ്ഞ ഗുണങ്ങൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പിൻവലിച്ചു തീരുമാനിക്കും. പിൻവലിച്ചു അയാൾ പറഞ്ഞു. പിൻവലിച്ചിട്ട് നിങ്ങളാ തീരുമാനിക്കുന്നത്. വാക്കില്ല. നിങ്ങൾ പറഞ്ഞത് കളവാണെന്ന് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ വാക്കില്ലല്ലോ. വാക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്കില്ല. നിങ്ങൾ പറഞ്ഞില്ല. കളവ് പറഞ്ഞപ്പോഴാണ് ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടത്. എഴുതിക്ക ബാക്കി. അപ്പത്തിന്റെ മറുവശേ അനിഫോലവി ഇതിന്റെ ബാക്കി ഈ വാദത്തിൽ നിന്നും ഇതുപോലുള്ള മറ്റു വാദങ്ങളിൽ നിന്നും എഴുതിക്കോളൂ. അങ്ങനെ എഴുതിക്കോളൂ. അത് ശരിയാണ്. ഈ വാദത്തിൽ നിന്ന് അപ്പൊ നിങ്ങൾ പിന്മാറി എന്ന് നിങ്ങൾക്ക് ബോധ്യം. ഏതെങ്കിലും വാദത്തിൽ നിന്ന് പറഞ്ഞാൽ ഇത് പെടൂലേ? ഇല്ല സുഹൃത്തെ. എന്തുകൊണ്ട് പെടൂല? വ്യവസ്ഥ വ്യക്തമാവണം. എന്തുകൊണ്ട് പെടൂല? വ്യവസ്ഥാപിതമായിരിക്കണം. എന്തുകൊണ്ടില്ല? അപ്പൊ അതുകൊണ്ട് ഈ വാദത്തിൽ നിന്ന് അതല്ല ഒരു വാദം പെടൂലേ? വാദം നമ്മൾ വളരെ കൃത്യമായി പേടി. എങ്ങനെ ഞങ്ങൾക്ക് പേടിയെന്നോ? ഞങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താ ഞങ്ങൾ എഴുതി അതിൽ നിന്ന് ധൈര്യമില്ലാത്ത നിങ്ങളെ ഞങ്ങൾ പേടിച്ചു. നിങ്ങൾ എന്നറിയാതെയുള്ള സഹായം അബൗദികമാണെന്നും എഴുതാൻ ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്ത് അബൗദികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്നും മുജാഹിദുകൾ പിന്മാറിയിട്ടില്ല. ആ വാദം മാത്രമല്ല, പഴയ ഒരു വാദത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയിട്ടില്ല. ധൈര്യപൂർവ്വം എഴുതി. ഈ വാദത്തിൽ ഏതെങ്കിലും വാദത്തിൽ അങ്ങനെ ഇത് മാത്രമല്ല ഈ വാദത്തിൽ നിന്നും ഏതെങ്കിലും പഴയ വാദങ്ങളിൽ നിന്നും ഏതെങ്കിലും പിന്മാറിയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും വാദം അതല്ലാതെ വ്യാപകമായ ഒരു വാക്കല്ല വ്യവസ്ഥയിൽ കൊണ്ടുവരേണ്ടത്. മേൽപ്പറഞ്ഞത് അടക്കം എന്നുള്ളൊരു വാക്ക് ചേർത്തിക്കൂടെ അനീഫ് മൗലവി? എന്താ അതുകൊണ്ട് വരുന്നത്? അനീഫ് ഞാൻ ചോദിക്കട്ടെ. ഒരാൾ സംസാരിക്കും. 2 മിനിറ്റ്. ഒരാൾ സംസാരിക്കും. അതിനെ നമ്മൾ സമയം കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും വെപ്രാളാകുന്നത്? ഇവിടെ എന്റെ സമയത്ത് ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. നാലാളും നാല് അഭിപ്രായം പറയുന്നത്. 2 മിനിറ്റ്. ഞാൻ അഭിപ്രായമൊന്നുമല്ല, ഈ പറഞ്ഞ അഭിപ്രായം ഒന്നുകൂടി ബലപ്പെടുത്തി ഞാൻ പറയാണ്. നിങ്ങൾ അവസരം കഴിഞ്ഞല്ലോ. ഇനി ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു ഏതോ ഒരു വാദത്തിൽ നിന്ന് മുജാഹിദുകൾ മാറി. ഞാനിവിടെ എഴുതി ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന് ഞാനിവിടെ എഴുതി. അതിൽ നിങ്ങൾ പറഞ്ഞ വാദം പെടൂല എന്നെങ്ങനെ പറയുന്നത്? ഏതെങ്കിലും വാദത്തിൽ നിന്ന് പിന്മാറിയില്ല എന്ന് ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന് വളരെ കൃത്യമായി ഞാനിവിടെ എഴുതി. ആ എഴുതിയതിൽ ഇത് പെടില്ല, ഈ വാദം മാത്രം ഇതിൽ പെടൂല എന്നതിന് നിങ്ങൾക്ക് എന്താ തെളിവ്? ആ തെളിവാണ് ഞങ്ങൾക്ക്. സുഹൃത്തെ, അത് ഞങ്ങൾക്ക് പെടൂല എന്നല്ല ഞങ്ങൾ വാദിച്ച്. പക്ഷെ അത് വ്യക്തമല്ല, വാദത്തിൽ വ്യക്തമല്ല. വ്യക്തമാവണം വ്യവസ്ഥ എഴുതുമ്പോ. ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മേൽ പറഞ്ഞത് അടക്കം എന്നുള്ള ചെറിയ വാക്ക് നിങ്ങൾക്ക് എഴുതിക്കൂടെ? അത്രേ ഉള്ളൂ.
മേൽ പറഞ്ഞതടക്കം വാദത്തിൽ ഇത് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇത്ര ചെയ്യേണ്ടത് ഈ പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ എഴുതി തന്നല്ലോ, ഇസ്തിഗാസ ശിർക്കാണെന്നുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ മേൽ പറഞ്ഞതടക്കമുള്ള ഒരു വാദങ്ങളിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനം പെരുമാ അത്ര എഴുതിയാൽ മതി, വിഷയം തീർന്നു. അതെ, പിന്നെന്തുകൊണ്ടെങ്കിൽ എഴുതി കൂടാ. ഇതാ വിഷയം അങ്ങനെ തന്നെ. നമ്മളെല്ലാരും ബഹളം ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ നേരത്തെ നിങ്ങൾ പറയുമ്പോൾ ഞാനും പറഞ്ഞു, ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞോണ്ട് കാര്യമില്ല. വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കഴിഞ്ഞില്ലേ? ഞാൻ പറയാം. ഇക്കാലം വരെ നിങ്ങൾ എന്നെ സമ്മതിച്ചു, അതിൽ പെടും. ഈ പറഞ്ഞ വാദം അതിൽ പെടും നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് ദുർവാശി ഒഴിവാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാൻ തയ്യാറാകണം. ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്നെഴുതി, ആ എഴുതിയതിൽ നിങ്ങൾ എഴുതിയ വാദവും പെടും എന്ന് നൗഷാദ് ഹസന് സമ്മതിച്ചു. ആ സ്ഥിതിക്ക് ദുർവാശി ഒഴിവാക്കി നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ശരി, ഈ വാക്ക് നിങ്ങൾ എഴുതിയ ഈ വാദവും ഇതിൽ പെടുന്നതാണ്. അതെങ്കിലും ഒന്ന് എഴുതി, അതെങ്കിലും ഒന്ന് എഴുതി. അത് നൗഷാദ് ഹസനിക്ക് വരെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി എഴുതണ്ടയില്ലല്ലോ. അല്ല, അത് എഴുതിക്കൂടെ? അതിനെന്തിനാ വിരോധം? അതിനെന്താ പേടി? അല്ല, നിങ്ങൾ അംഗീകരിക്കുന്നതാണല്ലോ ഇത് ഞങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ പിന്നെ അത് എഴുതുന്നതിന് നമുക്ക് വിരോധമില്ലല്ലോ. ആ എഴുതിയത് പെടും നൗഷാദ് ഹസനിക്ക് വരെ മനസ്സിലായി. പിന്നെന്തിനാ ഇനിയോ എഴുതാനെന്ന് വാശി പിടിക്കുന്നത്? മനസ്സിലായി? അല്ലല്ല, വ്യക്തമല്ല. അതെ, സാധാരണക്കാർക്ക് ഒരാളുടെ മുമ്പിൽ നമ്മൾ വ്യവസ്ഥ വായിക്കുമ്പോൾ വിഷയം വ്യക്തമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇത് വളരെ വ്യക്തമാണ്, ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സംവാദം നടക്കുകയാണെങ്കിൽ സംവാദം നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹനീഫ് മൗലവിയോട് ഉസ്താദ് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടു, നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമുണ്ട്, ഈ വാദമടക്കം, മേൽ പറഞ്ഞ വാദമടക്കം എന്നുള്ള ചർച്ച. അതിപ്പോ ഏതായാലും പരസ്യം ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഈ വാദവും മേൽ പറഞ്ഞ വാദവും നിങ്ങൾ വിഷയമായിട്ട് ബന്ധപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏതുണ്ടാ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പൂർത്തിയായിക്കോട്ടെ, അതിന്റെ ഇടയിൽ ഇടപെടാതിരിക്കാൻ. പോട്ടെ, ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ 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 ഇൻഷാല്ലാ. അപ്പൊ അതുകൊണ്ട് ഇതിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് വാദപ്രതിവാദത്തിലെ ഈ ടാപ്പ് അവിടെ വ്യവസ്ഥയായിരിക്കും, അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തെളിവായിരിക്കും. ഉറപ്പല്ലേ? ഞങ്ങൾ ആ വാദത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള തെളിവാണല്ലോ അത്. നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? അത് മതിയല്ലോ. ഞങ്ങൾ ഈ വാദത്തിൽ നിന്ന്, നിങ്ങൾ പറഞ്ഞല്ലോ ഈ വാദം അതിൽ പെടും എന്ന് നൗഷാദ് ഹസനി പറഞ്ഞല്ലോ, പെടും. അത് ഞങ്ങളും അത് പെടുന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് എഴുതിയത്. അപ്പൊ ഞങ്ങൾ അതിനെതിരായിട്ട് അവിടെ ഇത് ഞങ്ങൾ പിന്മാറിയ വാദമാണ്, ഇത് ഞങ്ങൾ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ അംഗീകരിക്കാത്ത, ഞങ്ങൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ഇത് തെളിവാണല്ലോ. അതെ അതെ, ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങളോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അത് എഴുതുകയാണെങ്കിൽ ഒന്നുകൂടി വ്യക്തമാണെന്നാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ വ്യക്തമായതുകൊണ്ട് ഔദാര്യത്തിന്റെ ആവശ്യമില്ല കഴിഞ്ഞോട്ടെ മൗലവി, ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ അതെ അതില്ല, അതിപ്പോ സ്വാഭാവികമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഈ വിഷയം ഞങ്ങൾ ഇതിന്റെ മർമ്മപ്രധാനമായ ഭാഗം എവിടെയാണ്? ഇസ്തിഗാസ ശിർക്ക് മറ്റു മറിച്ച് എന്നൊക്കെ പറഞ്ഞതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എങ്ങനെ സഹായം കിട്ടുന്നു എന്ന് അറിയാതെയുള്ള സഹായം തേടലോ പറ്റില്ല എന്നുള്ളടത്താണ് നമ്മൾ തർക്കമുള്ളത്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാന്നാണ് പണ്ട് വാദം. ഇപ്പൊ അത് മാറ്റിയെന്ന് ഞങ്ങൾ തെളിയിക്കും. അത് തെളിയിക്കുമ്പോ നിങ്ങൾ ആ വാദം മാറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പൊ ഈ വാദം ഞങ്ങൾ അവിടെ വായിക്കുമ്പോ എന്തായാലും ഇത് ഞങ്ങൾ അറിയില്ല, അത് വേറെ വാദമാണ് എന്ന് നിങ്ങൾ അവിടെ പറയില്ലല്ലോ. കാരണം അത് പറയാൻ നിങ്ങൾക്ക് വകുപ്പില്ലല്ലോ എന്നാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാദത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറി എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു വാദം ഇതോ ഇതല്ലാത്തതോ ഏതായാലും, നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ തുടക്കം മുതലേ പറയുന്നു, ഇതോ ഇതല്ലാത്തതോ എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. കാരണം അക്കാര്യത്തിൽ ഒരു പേടിയില്ല. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാദം മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ അതിൽ നിന്ന് മാറി എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഇല്ല എന്ന് ഞങ്ങൾ പറയും. ഇനി അതല്ല, ഏതെങ്കിലും ഒരു വാദത്തിൽ നിന്ന് ഞങ്ങൾ ഇന്ന് മാറി എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മുമ്പേ ഉള്ള വാദമാണെങ്കിൽ മുമ്പും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ന് ഞങ്ങൾ തെളിയിക്കും. അത് ഞങ്ങളുടെ ബാധ്യതയാണ്. പക്ഷെ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്, ഇവിടെ ഈ വാദം, അതായത് ഏറ്റവും മർമ്മപ്രധാനമായ ഈ ഭാഗം ഞങ്ങൾ ഇവിടെ ഉന്നയിച്ചു. അത് നിങ്ങൾ അവിടെ ഞങ്ങൾ അത് തെളിയിക്കുമ്പോൾ നിർബന്ധമായും ഞങ്ങൾ അങ്ങനെ മാറിയിട്ടില്ല. ഞങ്ങൾ പഴയ കാലത്ത് പറഞ്ഞ അതേ വാദത്തിൽ തന്നെ എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം ശിർക്കാണെന്ന ഞങ്ങളെ പഴയ വാദം ഞങ്ങൾ സ്ഥാപിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ബാക്കി കാര്യം ഞങ്ങൾ അവിടെ നിന്ന് പറയും. അത് പറയാനാണല്ലോ വാദപ്രതിവാദം. തെളിയിക്കും, അത് അവിടെ പറഞ്ഞോട്ടെ. ഞങ്ങൾ എഴുതിയല്ലോ, മുഹീദ്ദീൻ ശേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. അത് നിങ്ങൾ നടത്തുന്നത് പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾ തെളിയിക്കും, അത് ശിർക്കാണെന്ന് ഞങ്ങൾ തെളിയിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പ്രാർത്ഥന നടത്തുന്നതെന്ന് എഴുതിയത്. ഒന്ന്.
രണ്ടാമത്തെ നിങ്ങൾ ആരോപണം ഞങ്ങൾ ഇസ്തിഹാസ ശിർക്കാണെന്ന് പറയാനുള്ള ഏതോ വാദത്തിൽ നിന്ന് പിന്മാറിയെന്നാണ്. അങ്ങനെ ആ വാദത്തിൽ നിന്നല്ല, ഒരു വാദത്തിലും ഇസ്തിഹാസ ശിർക്കാണെന്ന് തെളിയിക്കാനുള്ള ഒരു വാദത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ നിലപാട് ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള നിലപാടാണ്. അതിൽ നിന്ന് മാറേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാദപ്രതിവാദത്തിലോ മറ്റോ നിങ്ങൾക്ക് ഞങ്ങളുടെ വാദം തെറ്റാന്ന് തെളിയിക്കാൻ കഴിഞ്ഞാലല്ലേ ഞങ്ങൾ മാറേണ്ടതുള്ളൂ. അതിന് നിങ്ങൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാറുന്നൊരു വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് വളരെ കൃത്യമായി ഞങ്ങൾ ഇവിടെ എഴുതിയത്. അപ്പൊ നിങ്ങൾ എഴുതിയ ആ വാദത്തിൽ തന്നെ നമ്മൾ ആ വിഷയം ഇവിടെ ഒന്നുകൂടി രേഖപ്പെടുത്തുന്നു. ഇസ്തിഗാസ ശിർക്കാണെന്നുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം മാറിയിട്ടില്ല. ഇതിൽ മുൻ ഞങ്ങൾ എഴുതിയ വാദം കൂടി പെടും എന്ന് നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് ഏതായാലും ഇത് ഇൻഷാ അല്ലാഹ് ഒരു വലിയ ഒരു ചർച്ചയായിരിക്കും. മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലയും പറഞ്ഞ മുഴുവൻ വാദങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ അവിടെ തെളിയിക്കും. അപ്പൊ നമുക്ക് ആദ്യമായി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം തന്നെ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചർച്ച നടത്താം. അപ്പൊ ഞങ്ങളെ വാദം ഒന്നുകൂടി വായിക്കുന്നു. എങ്ങനെ സഹായം കിട്ടുന്നു എന്ന് അറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കുമാണെന്നുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. ഇതോടെ ഇസ്തിഗാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിരിക്കുന്നു. അതാണ് ഒന്നാമതായി അതിന് നിങ്ങൾ എഴുതി തന്നത് ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ്. ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി. മുഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. ഞങ്ങളുടെ വാദം അതാണ്. ആ വാദത്തിന് നിങ്ങൾ എഴുതിയ വാദം മറുപടി മുഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല. പ്രാർത്ഥന എന്ന് പറയാനുള്ള പ്രയോഗിക്കാനുള്ള സന്മനസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായില്ല. പോട്ടെ, നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു, ഞങ്ങൾ ഏതോ വാദത്തിൽ നിന്ന് മാറി. എന്നാൽ മുജാഹിദുകളുടെ വാദം ഞാൻ പറഞ്ഞു, ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതിയ വാദത്തിനുള്ള മറുപടി എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എഴുതിയ വാദം ഈ രണ്ടും രണ്ടാണോ ഒന്നാണോ? നിങ്ങൾ എഴുതിയ വാദം ഒന്നാണോ രണ്ടാണോ? ഒരു വാദപ്രതിവാദമല്ലേ? അത് നടക്കൂല. രണ്ടാളും ഓരോ വാദം പറഞ്ഞു, അതിനുള്ള പ്രതിവാദവും അല്ലല്ല. ഇത് ഈ വിഷയം ഇങ്ങനെ തന്നെ രണ്ടും രണ്ടായി തന്നെ നടക്കട്ടെ. രണ്ട് എങ്ങനെ? ഏത് അല്ല, നിങ്ങളെ അടിസ്ഥാനം ഞങ്ങൾ തകർത്തിനാണ് ചെയ്യുന്നത്. അത് ശരി. അതാണ് നിങ്ങൾ ഇതുവരെ ഇസ്തിഗാസക്കെതിരായി പറഞ്ഞിരുന്ന കാര്യങ്ങളെയാണ് ഞങ്ങൾ റദ്ദ് ചെയ്യുന്നത്, എതിർക്കുന്നത്. വിഷയം രണ്ടാമത് മാറിയിട്ടില്ല. അതാണ് അവിടെ നമ്മളെ വാദം. തീർച്ചയായും ഇത് രണ്ടും രണ്ടായി ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നുമല്ല. ഉച്ചക്ക് നിർത്തി പോകണമെന്നുണ്ടല്ലേ? തീർച്ചയായും അല്ല, ഞങ്ങൾ നിർത്തി പോകില്ല. ഞങ്ങൾ ആവശ്യമായ സമയത്ത് കാര്യം ചെയ്യാം. വഫീലത്താനി പറയാതിരുന്നാൽ മതി. ഇത് രണ്ടും ഒരേ വിഷയം തന്നെയാണ്. കുഴപ്പമില്ല. കാരണം മുജാഹിദികൾ ഇന്നൊന്ന് നാളൊന്ന് ഞാൻ പറഞ്ഞു, മുജാഹിദികൾ മുഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ സംസാരിക്കും, മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ആ ശിർക്കാണ് എന്നതിന് ഇത് ഞങ്ങളുടെ വാദം നിങ്ങളുടെ വാദം ഞങ്ങൾ തകർത്തല്ലോ. ഞങ്ങൾ ഒന്നാമത്തെ വ്യവസ്ഥ ഈ വാദത്തിൽ ആദ്യം ഞങ്ങൾ എഴുതിയതിലൂടെ തന്നെ നിങ്ങൾ തകർന്നു. കാരണം എന്താ? നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ മാറി എന്നാണ്. ഞങ്ങൾ മാറിയിട്ടില്ല എന്ന് ഞങ്ങൾ ഇല്ല, കുറെ ആയിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ തുടങ്ങി. ഞങ്ങള് ആയിക്കോട്ടെ, സമയത്തിന്റെ നിങ്ങൾ നോക്കിക്കെന്നാല് സമയം നോക്കിക്കോ. ഒരു മിനിറ്റ്. അപ്പോ നമ്മളിതുവരെ പറഞ്ഞത് രണ്ട് വിഭാഗവും അവരുടെ വാദങ്ങൾ എഴുതി കഴിഞ്ഞു. അപ്പൊ അത് രണ്ട് വിഷയം തന്നെ ആയതുകൊണ്ട് നമുക്ക് മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം വരെ ജനങ്ങളോട് പറഞ്ഞിരുന്ന അവരുടെ തൗഹീദ് എന്ന് അവർ പറഞ്ഞ തൗഹീദ് അല്ലാത്ത വസ്തു,
അത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് ഞങ്ങൾ ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നത്. അതോടുകൂടി നിങ്ങളുടെ ഇസ്തിഹാസ വിരോധം പമ്പ കടക്കും. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ് ഉള്ളത്. ഇത്ര കാലം ഈ സമുദായത്തോട് നിങ്ങൾ പറഞ്ഞിരുന്നത് എങ്ങനെ സഹായം കിട്ടുന്നു എന്ന് അറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതുകൊണ്ടത് ശിർക്കാണെന്നും ജിന്നായാലും മലക്കായാലും ആരോടും സഹായം തേടാൻ പാടില്ലെന്നുമുള്ള നിങ്ങളുടെ വാദം അത് നിങ്ങൾ തന്നെ തിരുത്തി എഴുതി ജിന്നെ സഹായിക്കണമെന്ന് പറയൽ ശിർക്കല്ല എന്ന് വാദിച്ച സ്ഥിതിക്ക് ഇത് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി തെളിയിച്ചാൽ നിങ്ങളുടെ ഇസ്തിഹാസ വിരോധം ഇല്ലാതെയാകും. അതുകൊണ്ട് അത് തെളിയിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോന്നായി ചർച്ച ചെയ്യാമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതിലൂടെ മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം വരെ വെച്ചു പുലർത്തിയ ഒരു വാദത്തിൽ നിന്നും മുജാഹിദുകൾ പിന്നോക്കം പോയിട്ടില്ല എന്ന് വളരെ കൃത്യമായി ഉറപ്പിച്ച് പറയുകയാണ് ഞങ്ങൾ ചെയ്തത്. എന്നാൽ നിങ്ങൾക്കതൊന്നുകൂടി വ്യക്തമാവണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത് ബന്ധപ്പെട്ട ഒരു കാര്യം ഇതിന് അനുബന്ധമെന്ന നിലയിൽ ഞങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത്. ഇസ്തിഹാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ വാദം തെളിയിക്കുന്നതോടുകൂടി മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ അവരുടെ വാദത്തിലൂടെ ആ വാദപ്രതിവാദ വേദിയിൽ തെളിയിക്കുന്നതിലൂടെ നിങ്ങൾ ഈ പറഞ്ഞ രണ്ടാമത്തെ നിങ്ങൾ ഈ എഴുതിയ വാദം ഇല്ലാതാകും, അതിന് പ്രസക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നമ്മൾ ഈ എഴുതിയിരിക്കുന്ന വാദങ്ങൾ തമ്മിൽ ചർച്ച നടക്കുമ്പോൾ മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ എഴുതിയതും മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഹാസ നടത്തുന്നത് ശിർക്കല്ല. അതാണ് അടിസ്ഥാനപരമായ വാദം. അത് ശിർക്കാണോ അല്ലേ എന്ന് തെളിയിക്കാനാണ് നമ്മൾ ഈ പറയുന്ന ന്യായങ്ങളും തെളിവുകളും ഒക്കെ ഉന്നയിക്കുന്നത്. ഇതിൽ പറയുന്ന ഏതെങ്കിലും തെളിവുകളിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്നാമത്തെ ഈ സമയത്ത് തന്നെ തെളിയിക്കാവുന്നതാണ്. അതോടുകൂടി രണ്ടാമത് എഴുതിയ ഈ വാദങ്ങൾക്ക് പ്രസക്തിയില്ലാതായി. അത് പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇത് എഴുതിയത്. അതുകൊണ്ട് അടിസ്ഥാന പ്രശ്നം ഇതാണ്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. ഇതാണ് മുജാഹിദുകൾ അടിസ്ഥാനപരമായി വാദിക്കുന്ന വാദം. അതേപോലെ അത് ശിർക്കല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്ന വാദം. ആ വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഈ കാര്യം വ്യക്തമാകും. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ ആവർത്തിക്കുന്നു. അതായത് മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴും ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോഴും ജിന്നെ കാക്കണേ എന്ന് പറയുമ്പോഴും ഈ രൂപത്തിലുള്ള ഏത് തേട്ടമായാലും അത് ശിർക്കാവാനുള്ള മാനദണ്ഡം അവരെങ്ങനെ സഹായിക്കുന്നു എന്ന് അറിയാതെയുള്ള തേട്ടമാണ്. അതുകൊണ്ടാണ് അത് ശിർക്കാവുന്നത് എന്നാണ് വാദത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം. അത് പറഞ്ഞിട്ടായിരുന്നു ഇക്കാലം അത്രയും ഒരുപാട് മുജാഹിദ് നേതാക്കൾ ഇവിടെ ശിർക്കും മുശിരിക്കുമാക്കിയത്. അതുകൊണ്ട് ആ വാദം തന്നെ നിങ്ങൾ തിരുത്തി എഴുതിയ സ്ഥിതിക്ക് അത് തിരുത്തി എഴുതിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ശരി, നിങ്ങൾ കുന്നത്തേരിയിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ വാദപ്രതിവാദം നടത്തുമ്പോ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് നിങ്ങൾ പറയുന്നതിന് മുമ്പായിരുന്നു ഈ വ്യവസ്ഥയെങ്കിൽ ഞങ്ങൾ ആദ്യം ഇത് തന്നെയായിരിക്കും ചർച്ച ചെയ്യുക. അതുകൊണ്ടാണല്ലോ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഇത് ചർച്ച ചെയ്തത്. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് മാറി ഇനി മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയാനുള്ള അവകാശം തന്നെ നിങ്ങൾക്കില്ല. കാരണം എന്തുകൊണ്ട്? അതേ പോയിന്റ് വെച്ചുകൊണ്ടുള്ള മറ്റു സഹായ തേട്ടങ്ങൾ ശിർക്കല്ല എന്ന് നിങ്ങളുടെ നേതാക്കൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. നിങ്ങൾ ഇപ്പോഴും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളുടെ വാദത്തെ തൊടാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ ശിർക്കിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ശിർക്കിലല്ല എന്ന് ആദ്യമായി നിങ്ങൾ തെളിയിക്കണം. അപ്പൊ ഞങ്ങളെ വാദം ഞങ്ങൾ ഓട്ടോമാറ്റിക്കായി തെളിയിച്ചു തരും. അത് പറയാൻ നിങ്ങൾക്കും കഴിയില്ല എന്ന ഉറച്ച ബോധം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഉരുണ്ട് കളിക്കുന്നത്. എന്തേ നിങ്ങൾക്ക് നിങ്ങളെ പഴയകാല മൗലവിമാരുടെ വാദം വലിച്ചെറിയേണ്ടി വന്നത് എന്ന് സമുദായം പഠിക്കട്ടെ. മൗലവി വലിച്ചെറിഞ്ഞു എന്നത് നിങ്ങളുടെ മോഹമാണ്, അതൊരാഗ്രഹം മാത്രമാണ്. അത് നടക്കില്ല എന്ന് നിങ്ങൾ ഈ സംസാരമൊക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ ഒന്നാമതായി ഞാൻ എന്റെ വാദം എഴുതി. ഇത് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് എഴുതിയതല്ല. മുമ്പ് നടന്ന വാദപ്രതിവാദങ്ങളിലും ഇസ്ലാഹി കേരളത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ പൂർവികന്മാർ എങ്ങനെയാണോ എഴുതിയത് അതേ വാദം തന്നെയാണ് ഞാനിത് എഴുതിയത്. ആ എഴുത്തിലൂടെ തന്നെ നിങ്ങൾ പറയുന്ന നുണ ശരിയല്ല, അത് നുണയാണ്, അത് വെറും ഒരു കള്ളം പറച്ചിലാണ്, ആരോപണമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും. കാരണം ധൈര്യത്തോടുകൂടി തന്നെ ഞാൻ ഇവിടെ എഴുതി മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. ഇനി അതിന് മുജാഹിദികൾക്കുള്ള തെളിവുകളുണ്ട്, മുജാഹിദികൾ പറയുന്ന ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാം. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഹാസ നടത്തുന്നത് ശിർക്കല്ല
എന്ന് നിങ്ങൾക്ക് തെളിയിക്കേണ്ടതുണ്ട് അവിടെ. ആ തെളിയിക്കേണ്ട സമയത്ത് ഇതാ ഇങ്ങനെയായിരുന്നല്ലോ അന്ന് മുജാഹിദികൾ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ മാറിയില്ലേ എന്ന് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഈ വാദപ്രതിവാദം നടക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടിയാണ് വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയിരുന്നുവെങ്കിൽ, ഇത് നടക്കണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയായി തെളിയിക്കാം അവിടെ. നിങ്ങൾ ശിർക്കല്ല എന്നെഴുതി, ശിർക്കല്ല എന്നതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്. നിങ്ങളുടെ നേതാക്കൾ പണ്ട് അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്ന് തെളിയിക്കാനുള്ള അവസരം നിങ്ങൾക്ക് അവിടെയുണ്ട്. ഇതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമായിരുന്നു. എന്നാലും നിങ്ങൾ പിന്മാറരുത് എന്ന ആഗ്രഹം കൊണ്ട് തന്നെ ഇതിനനുബന്ധമായി ഞങ്ങൾ എഴുതി, നിങ്ങളുടെ ആരോപണം ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന് വളരെ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, അടിസ്ഥാനപരമായ വിഷയം ഇതാണ്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറയുന്നു. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല എന്ന് നിങ്ങളും പറയുന്നു. ഇത് തെളിയിക്കുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഈ വാദം ചർച്ചക്കെടുക്കുക എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ വാദം നിങ്ങളുടെ മർമ്മത്താണ് പിടിച്ചിരിക്കുന്നത് എന്ന ബോധം കൊണ്ടാണ് മൗലവി ഉരുണ്ട് കളിക്കുന്നത്. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഇപ്പൊ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. അവിടെ ഇപ്പൊ തർക്കിരിക്കുന്നത് ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ ശിർക്കല്ല, നിങ്ങൾ പറയുന്നത് ജിന്നയെ മരക്കയെ സഹായിക്കണേ എന്ന് പറയുന്നത് ശിർക്കല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പറ, ഞങ്ങൾ തെളിവുകൾ ധരിക്കും. അപ്പൊ എന്തായി? ജിന്നയെ സഹായിക്കണേ. പണ്ട് നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾ ഉമർ മൗലവി അടക്കം എഴുതി വിട്ടത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള മുഴുവൻ സഹായം ശിർക്കാണ്. അതുകൊണ്ട് അഭൗതിക ശക്തികളോട് സഹായം തേടാൻ പാടില്ല. ഇപ്പൊ നിങ്ങളുടെ സർവ്വ മൗലവിമാരും പറ്റുമെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ നേരത്തെ മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന വാചകത്തെ എന്ത് കാരണം കൊണ്ടായിരുന്നു ശിർക്കാക്കിയത്? അതേ കാരണം ഇന്ന് നിങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ വാദം തകർത്തു. വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഞങ്ങള് മുഹയ്യദ്ദീൻ ഷേഖിനോട് തേടൽ ശിർക്കല്ല, നിങ്ങൾ പറയുന്നു ജിന്നിനോട് തേടൽ ശിർക്കല്ല. രണ്ടും ഇപ്പോ കാര്യമായ വ്യത്യാസമില്ലാത്ത രൂപത്തിലേക്ക് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് കാലം വരെ പറഞ്ഞ വാദത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും ജിന്നിനോട് തേടൽ ശിർക്കാണെന്നാണ് നിങ്ങളെ വാദം എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളെ തൗഹീദ് തെറ്റിയെന്നും അത് പേച്ചു എന്നും ഞങ്ങൾ പറയുമ്പോ അത് തിരുത്താൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത തകർച്ചയാണെന്ന് കായക്കൊടി മൗലവി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ദയനീയമായൊരു രംഗം ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ തന്നെ അഭൗതിക സഹായം അള്ളാനോട് മാത്രം എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ തന്നെ അഭൗതിക സഹായം അല്ലാത്തവരോടും തേടാം, അത് ശിർക്കല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറാകാതെ പിന്മാറും. പക്ഷേ നിങ്ങളെ പിടിച്ചുകെട്ടുകയാണ്, സമ്മതിക്കൂല. ഇങ്ങനെ ഒരു വാദപ്രതിവാദം കേരളത്തിൽ നടക്കട്ടെ, നിങ്ങളെ പഴയകാല തൗഹീദിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോ ഇല്ല, നിങ്ങൾ തെളിയിക്കൂ. ധൈര്യമുണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. അത് തെളിയിക്കാനുള്ള ആർജവത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ എഴുതിയത്. ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന് നിങ്ങൾ നുണയാണ്, കള്ളമാണ്. ഈ മുസ്ലിംമാര് പറയുന്നത് മുജാഹിദുകൾ മാറി എന്ന് പറയുന്നത് നുണയാണ് എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി എഴുതി വെച്ചു. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മടി കാണിക്കുന്നത്? ഒന്ന് അഭൗതികമായ സഹായവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാറിയോ ഇല്ലേ എന്നൊക്കെ തെളിയിക്കേണ്ടത് അവിടെ വെച്ചാണ്. നിങ്ങൾ തെളിയിച്ച അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്ത എല്ലാവരോടും തേടാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ തെളിയിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇക്കാലം വരെ മുജാഹിദികൾ പറയുന്നത് ഇതേ വാദമാണ്. ആ വാദം തെളിയിക്കാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്, അതിനുള്ള പ്രമാണങ്ങളുടെ പിൻബലം ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ എഴുതിയത്. അതിന് ഞങ്ങൾ എന്തായിരുന്നോ പണ്ട് പറഞ്ഞിരുന്ന തെളിവുകൾ, അതിന് ഞങ്ങൾ ഉദ്ധരിച്ചിരുന്ന പ്രമാണങ്ങൾ എന്തായിരുന്നോ അതേ പ്രമാണങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കിവിടെയും ഉദ്ധരിക്കാനുള്ളത്. ഇനി അതല്ല, ഞങ്ങൾക്ക് ആ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാദത്തിൽ നിങ്ങൾ ഈ നുണ പറയുന്നത് പോലെ മാറ്റമുണ്ടായിട്ടുണ്ട് എങ്കിൽ മുമ്പ് പറഞ്ഞത് പറയാതിരിക്കുക
അംഗീകരിക്കുന്നുവെങ്കിൽ, ഇനി അല്ലെങ്കിൽ മുമ്പ് പറയാത്തത് പറയുന്നുവെങ്കിൽ അത് തെളിയിക്കാനുള്ള നിങ്ങളുടെ സന്ദർഭമാണ്, ശിർക്കല്ല എന്ന് തെളിയിക്കാനുള്ള നിങ്ങളുടെ വേദി. അതുകൊണ്ട് തന്നെ നമ്മുടെ വാദം നമ്മൾ എഴുതി, നിങ്ങളുടെ ആവശ്യപ്രകാരം അനുബന്ധമായത് നമ്മൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ വാദം പൂർണ്ണമായി. ഈ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കണം എന്നതാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ശരി. അപ്പോ നിങ്ങളത് അംഗീകരിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ വാദത്തിൽ നിന്ന് നിങ്ങൾ മാറി എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് അനുബന്ധമായി ചേർത്തു എന്നാണ് നിങ്ങൾ പറഞ്ഞു. തെറ്റാണത്. അനുബന്ധമായിട്ടല്ല ഇത് ചേർക്കേണ്ടത്. ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം അവിടെയാണ് കിടക്കുന്നത്. അവിടെയാണ് വിഷയം കിടക്കുന്നത്. അടിസ്ഥാനപരം. ഇന്ന് വരെ നിങ്ങളെ മൗലവിമാർ ഈ സമുദായത്തെ മുശരിക്കാക്കാൻ വേണ്ടി അഭൗതിക സഹായം തേടുന്നത്, അതുപോലെ തന്നെ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് തേടുന്നത്, അതുപോലെ കണ്ണിൽ കാണാത്തതിനോട് തേടുന്നത്, ശിർക്കാണെന്ന് പറഞ്ഞു പരത്തിയിരുന്ന ഈ തകർന്ന് താടിഞ്ഞ നിങ്ങളുടെ ഈ വികരമായ തൗഹീദ് നിങ്ങൾ തന്നെ പൊളിച്ച സ്ഥിതിക്ക് ഇനി മുജാഹിദുകളെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് അനുബന്ധമായി ചേർത്തു എന്നത് മാറ്റി. നിങ്ങൾ എന്താ പറഞ്ഞതിന് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? വഹിയത്തിൽ ശേഖരിച്ചിക്കണേ എന്ന ഞങ്ങൾ പഴയ വാദത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു. പഴയ വാദത്തിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരു തലയിൽ നിങ്ങൾ തന്നെ അത് പൊളിക്കുന്നു. കാരണം അതിന് നിങ്ങൾ പറഞ്ഞ ന്യായം എന്താ? ആ ന്യായം നിങ്ങൾ തന്നെ അംഗീകരിച്ചു. ജിന്നിനോട് എന്താ ജിന്ന് തൊടാത്തത്? ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അത് അഭൗതിക സഹായമല്ലേ, അത് തേടൽ ശിർക്കല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ അതാണ് അടിസ്ഥാനപരമായി. മറ്റ് ഞങ്ങൾ ഇല്ല നിങ്ങൾ പറഞ്ഞിട്ടില്ല. രണ്ടും രണ്ടായിട്ട് ചർച്ച ചെയ്യട്ടെ. ആദ്യം ഞങ്ങൾ പറഞ്ഞ വാദം, അതിന്റെ എതിർവാദം നിങ്ങൾ എഴുതി, അതൊരു സെഷനിൽ ചർച്ച ചെയ്യണം. എന്നിട്ട് രണ്ടാമത് നമ്മൾ പറഞ്ഞു ചർച്ച ചെയ്യാൻ നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് രണ്ടും നിങ്ങൾ ഇടകലർത്താതെ രണ്ടും രണ്ടായി ചർച്ച ചെയ്ത് എന്താണ് അഭൗതിക സഹായമെന്നും എന്താണ് ശിർക്കെന്നും എന്താണ് പ്രാർത്ഥന എന്നും നമ്മുടെ സമുദായം എന്ന് പഠിക്കട്ടെ മൗലവി. അതുകൊണ്ട് തന്നെ ശരി, നിങ്ങൾ രണ്ടും രണ്ടായിട്ട് എഴുതി. ഇൻഷാ അല്ലാഹ് നമുക്ക് വാദിക്കാം. ഞങ്ങൾ ഇങ്ങനെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്. ഇത്ര കൃത്യമായത് എന്ത് മുജാഹിദുകൾ മാറി എന്നിങ്ങനെ പറയുന്ന നിങ്ങൾ മാറിയിട്ടില്ല എന്ന് ഞങ്ങൾ ആർജവത്തോടു കൂടി എഴുതി. ഞങ്ങൾ ഒരു വാദത്തിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. വാദം അവിടെ പൂർണ്ണമായി. അപ്പൊ അതോടുകൂടി മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്നതാണ് ഞങ്ങളുടെ എക്കാലത്തെയും വാദം. ആ വാദം അത് ശിർക്കല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. അത് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ അതിനുള്ള തെളിവുകളും പ്രമാണങ്ങളും പറയുക. അത് ഞങ്ങൾ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതും കടന്നു വരുമല്ലോ. അതുകൊണ്ട് ഒന്നാമതായി ഈ വാദം എഴുതി. അതാണ് നമ്മൾ ഇവിടുത്തെ ചർച്ചയും. അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അത് ഇസ്തിഗ്ഫാറിന്റെ രൂപത്തിലായാലും ഇസ്തിആദത്തിന്റെ രൂപത്തിലായാലും ഇവിടെ നടന്ന ചർച്ച ഏതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദതിലക സ്കുഫിയ സയ്യിദി ഖൈറൻ നബി, ഇത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുവദനീയമാകുന്നു എന്നിവരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടൽ ശിർക്കാണ് എന്ന് ഞങ്ങളും അതാണല്ലോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് അടിസ്ഥാനപരമായ വാദം. അത് ചർച്ചക്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ വിഷയവും ചർച്ചയ്ക്ക് വരും. നിങ്ങൾക്ക് അതുകൂടി പ്രത്യേകമായി എഴുതിയ വാദം എന്ന നിലയിൽ ഉന്നയിക്കാവുന്നതാണ്. ഒരു വിരോധവും ഞങ്ങൾ രണ്ടും അംഗീകരിച്ചു. അതായത് നിങ്ങൾ പറഞ്ഞ വാദം അത് ഞങ്ങൾ അതിന് പ്രതിവാദം എഴുതി. രണ്ടും നമുക്ക് നടക്കണം. പക്ഷേ ഏറ്റവും പ്രധാനമായി നിങ്ങൾ പഴയ രൂപത്തിൽ തന്നെ ആണെങ്കിൽ ഞങ്ങൾ ഇത് വാദിക്കൂല. കാരണം പണ്ട് നിങ്ങൾ പറഞ്ഞത് അഭൗതിക ഒരു സഹായം പാടില്ല, ആരോടും പാടില്ല. ആ വാദത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നിട്ട് ഞങ്ങളോട് പറയാണ് മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടുന്ന ശിർക്കാണ് എന്ന് നിങ്ങൾ വാദിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ മറുവാദം എഴുതും, വാദപ്രതിവാദം നടക്കും. പക്ഷെ നിങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ആ വാദത്തിൽ നിന്ന് നിങ്ങൾ മാറി എന്നിട്ട് ഞങ്ങൾ എന്താണോ പണ്ട് പറഞ്ഞത് അത് നിങ്ങളും പറയാൻ തുടങ്ങി. അവിടെയാണ് ഞങ്ങളെ ചർച്ചയുള്ളത്. പഴയ കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് കണ്ണിൽ കാണാത്തത് അല്ലെങ്കിൽ അഭൗതികമായത്, എങ്ങനെ സഹായം കിട്ടുമെന്ന് അറിയാത്തത് മാത്രം ശിർക്കിന്റെ മാനദണ്ഡമല്ലെന്ന് ഞങ്ങളെ ഉലമാക്കൾ പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ അംഗീകാരം ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകൾ കാര്യം മനസ്സിലാക്കി അഹ്ലുസുന്നയിലേക്ക് വരുമെന്ന ബേജാറ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു മൗലവി, രണ്ടും നമുക്ക് എഴുതാ. നിങ്ങൾ പറഞ്ഞ അത് ഓക്കെ, മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ശിർക്കാണ് എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ ശിർക്കല്ല നിങ്ങൾ വാദിക്കും. അതൊരു സെഷനായി നടക്കട്ടെ. അതെ. രണ്ടാമതായി ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ നിങ്ങൾ ഇനി തർക്കിക്കേണ്ട. നിങ്ങൾ ഞങ്ങളെ വാദത്തിലെത്തിയിരിക്കുന്നു. അത് അല്ലാതെ തെളിയിക്കാൻ നിങ്ങൾ അവസരം തരണ്ടേ ഞങ്ങൾക്ക്? അത് നിങ്ങൾ വ്യക്തമായി പറയേണ്ടതല്ലേ? അതുകൊണ്ട് അത് അടിസ്ഥാനപരമായി ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് രണ്ടും കൂടി ഞാൻ ചർച്ച ചെയ്യുമ്പോൾ വിഷയം ക്ലിയർ ആവും. അത് എഴുതി രണ്ടും രണ്ടായിട്ട് എഴുതി. ഞാൻ ഇവിടെ മുജാഹിദുകൾ മാറി എന്ന് കുറെ ഹലറി വിളിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. മാറിയിട്ടില്ല എന്ന് കൃത്യമായി ഞാനിവിടെ രേഖപ്പെടുത്തി. പിന്നെ നിങ്ങൾ ഇതിനാ മാറി എന്ന് പറയുന്നത്? മാറിയിട്ടില്ല. മുജാഹിദുകളുടെ ഒരു വാദത്തിൽ നിന്നും മാറിയിട്ടില്ല.
നിങ്ങൾ ആദ്യം തന്നെ അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയത്. മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. ആ ശിർക്കാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ മുമ്പ് പറഞ്ഞിരുന്ന ഏതെങ്കിലും വാദത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉന്നയിക്കാൻ ഈ ഒന്നാമത്തെ വിഷയം പറയുമ്പോൾ തന്നെ പറയാം. പക്ഷേ അത് പറഞ്ഞ് വാദപ്രതിവാദത്തിൽ വന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, ആ ചർച്ച അംഗീകരിച്ചാൽ വാദപ്രതിവാദം നടക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ മാറുന്നു. മുജാഹിദുകൾ മാറി മാറി എന്ന് പറയുന്നു. മാറിയിട്ടില്ല, മാറിയിട്ടില്ല, മാറിയിട്ടില്ല എന്ന് ആവർത്തിച്ച് ഞാനും പറയുന്നു. മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാനുള്ള വേദി വാദപ്രതിവാദത്തിന്റെ സമയത്താണ്. അവിടെ വെച്ച് നിങ്ങൾക്ക് തെളിയിക്കാം. ഞങ്ങൾ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനെന്താണോ നിങ്ങൾ പറയുന്ന പ്രമാണം? നിങ്ങൾ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞതൊക്കെ മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ശിർക്കാണ് എന്ന് തെളിയിക്കുമ്പോ നിങ്ങൾക്കതിനെ എതിർത്ത് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഇതാ ശിർക്കാണ് എന്ന് പറയാൻ മുമ്പ് ഇവർ പറഞ്ഞിരുന്നത് ഇതായിരുന്നു. ഇപ്പൊ അവരതിൽ നിന്ന് മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മാറിയിട്ടില്ല എന്ന ഞങ്ങളുടെ വാദം പൊളിയും. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ചർച്ചക്കെടുക്കേണ്ടത് ഈ എഴുതിയ വാദമാണ്. മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. ഞങ്ങളുടെ വാദം മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഗാസ് നടത്തുന്നത് ശിർക്കല്ല എന്ന നിങ്ങളുടെ വാദം. ഇതാണ് ആദ്യം ചർച്ചക്കെടുക്കേണ്ടത്. അത് ചർച്ചക്കെടുക്കുന്നതോടുകൂടി നിങ്ങൾ ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന വാദത്തിന് പ്രസക്തിയില്ലാതാകും എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. എന്നിട്ടും നിങ്ങളുടെ ആവശ്യപ്രകാരം അത് എഴുതി ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമായി മാറിയിട്ടില്ല, മാറിയിട്ടില്ല കൃത്യമായി എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിട്ടില്ല എന്നാവൂല. മാറിയിട്ടുണ്ട്. നിങ്ങളെ വാദം നിങ്ങൾ തന്നെ തിരുത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ തെളിയിക്കും. ജിന്നെ സഹായിക്കണേ എന്ന് വയനാട് താമരശ്ശേരി ചുരത്തിന്റെ 6-ാം വളവിൽ നിന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതോടെ നിങ്ങളെ പഴയ തൗഹീദ് നിങ്ങൾ തന്നെ തച്ചുടച്ച് തരിപ്പണമാക്കി. ഇത് ഞങ്ങൾ പറയുമ്പോ ഞങ്ങളെ മൊഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ എന്ന വാദം ശിർക്കാണെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങളും ആ വാദത്തിൽ നിൽക്കണം. അപ്പൊ നിങ്ങൾ ആ വാദത്തിലല്ല എന്ന് ഞങ്ങൾ സ്ഥിരപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് പറയാനുള്ള അധികാരമില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി സ്ഥിരപ്പെടുത്തേണ്ടത് ഞങ്ങൾ പഴയകാല പണ്ഡിതന്മാരുടെ അതേ വാദത്തിൽ തന്നെയാണ് ജിന്നിനോട് സഹായം തേടുന്നതും അതുപോലെ മലക്കിനോട് സഹായം തേടുന്നതും ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അത് പറഞ്ഞിട്ടേ ഞങ്ങളോട് പറയാൻ നിങ്ങൾക്ക് അധികാരമുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞ ആ വാദം തെറ്റാണ്, ഞങ്ങൾ മാറിയിട്ടില്ല എന്ന് നിങ്ങൾ സമർത്ഥിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മൊഹിയുദ്ദീൻ ശൈഖ് എന്ന ഈ വാദം പറയാൻ അധികാരമുള്ളൂ. അതാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എന്താ? ഇതാണ് അടിസ്ഥാനം. നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണോ മൊഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിരുന്നത്, അതേ കാരണം നിങ്ങളും ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ശിർക്കല്ല എന്ന് പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചു. അതോടെ നിങ്ങൾക്കതിനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വാദം തകർന്നത് കൊണ്ട് ഇനി ഇത് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ വാദം തകർന്നിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. എന്നിട്ട് ഇത് ചർച്ച ചെയ്യാം. അപ്പൊ വളരെ ഭംഗിയായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയും. തെളിയിക്കേണ്ട വേദി അവിടെയാണ്. അത് തെളിയിക്കാനുള്ള ധൈര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വാദത്തിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കുറെ വാദം പറഞ്ഞു. ഈ എഴുതിയത് പറഞ്ഞു, അഭൗതികം പറഞ്ഞു, മനുഷ്യ കഴിവ് പറഞ്ഞു, ആറാഞ്ചരം പറഞ്ഞു, വളവ് പറഞ്ഞു. ഇങ്ങനെ ഒരു വാദത്തിൽ നിന്നും മുജാഹിദുകൾ പണ്ട് പറഞ്ഞതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന ധൈര്യമുള്ളത് കൊണ്ട് തന്നെയാണ് മാറിയിട്ടില്ല എന്ന് എഴുതിയത്. നിങ്ങൾ പറഞ്ഞല്ലോ മൊഹീദ്ദീൻ ശൈഖെ ബദരീങ്ങളെ മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയാനുള്ള, ഇത് ശിർക്കാന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. സുഖമായല്ലോ. ഇനി രണ്ടാമത്തത് ആവശ്യം തന്നെയല്ലേ ഈ വാദം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ അവകാശമില്ല എന്ന് ഈ വിഷയം ചർച്ച നടക്കുമ്പോ മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, അതല്ലെങ്കിൽ ശിർക്കല്ല എന്ന വാദത്തിന് മുകളിലുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു അത് പറയാനുള്ള അവകാശം തന്നെ നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ അവസരത്തിൽ തന്നെ പറഞ്ഞാൽ രണ്ടാമത്തേതിന് പ്രസക്തിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അടിസ്ഥാന വിഷയം ഇതാണ്. ഇനി ഇത് നടക്കരുത് എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഈ ദുരാരോപണങ്ങളും നുണകളും പറയാം. അങ്ങനെ മാറിയിട്ടുണ്ട്, ഇങ്ങനെ മാറിയിട്ടുണ്ട്, കുഞ്ഞിത് മന്ത്രി പറഞ്ഞിടത്ത് മാറിയിട്ടുണ്ട്, ഉമർ മൗലവി പറഞ്ഞിടത്ത് മാറിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു മാറിയിട്ടില്ല. ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ ഒരു വാദത്തിൽ നിന്നും ഒരു തെളിവിൽ നിന്നും ഒരു പ്രമാണത്തിൽ നിന്നും മുജാഹിദുകൾ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം അത് ശിർക്കാണ് ശിർക്കല്ല എന്ന വിഷയം ചർച്ചയ്ക്കെടുക്കുക. ശിർക്കാണ് എന്ന് പറയാനുള്ള അധികാരവും അവകാശവും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്കത് അവിടെ പറയാം. അത് അവിടെ പറയേണ്ടി വരും എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാവണം ഇതിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങൾ അവിടെയും ഇവിടെയും എവിടെയും അത് പറയാൻ തയ്യാറാണ്. നിങ്ങൾക്കത് പറയാൻ അധികാരമില്ല. നിങ്ങൾ പണ്ടാണ് നിങ്ങൾക്ക് പറയായിരുന്നു. അതെങ്ങനെ?
ഞങ്ങൾ ആരോടും സഹായം തേടൽ ശിർക്കല്ല എന്ന് വാദിച്ചിട്ടില്ല. അഭൗതികമായി എന്ത് തേടിയാലും ശിർക്കാണ് എന്ന വാദം നിങ്ങൾക്ക് നിലവിലുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് പറയാമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മുഹിയുദ്ദീൻ ഷേഖിന്റെ കാര്യങ്ങൾക്ക് തൊടാൻ അവകാശമില്ല. ആ അവകാശങ്ങൾ ഉണ്ട് എന്ന് ആദ്യം തെളിയിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടല്ലോ ഏതാ അടിസ്ഥാനപരമെന്ന് നിങ്ങൾക്ക് തന്നെ തെളിഞ്ഞു. കായക്കൊടി മൗലവിക്ക് തന്നെ കാര്യം വ്യക്തമായി. കാരണം എന്താ, ഞങ്ങൾ നേരത്തെയുള്ള വാദത്തിൽ തന്നെയാണ് എന്ന് തെളിയിച്ചതിന് ശേഷമേ രണ്ടാമത്തെ വിഷയം ചർച്ചക്കെടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം എന്തുകൊണ്ട്? നിങ്ങളും ഞങ്ങളും ഈ വിഷയത്തിൽ മറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാം, കണ്ണിൽ കാണാത്ത ചോദിക്കാം, അഭൗതിക മാർഗത്തിലുള്ള ചോദ്യമാവാം, ശിർക്കാവൂല എന്ന വാദമാണെങ്കിൽ പിന്നെ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാര്യം ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. മുഹിയുദ്ദീൻ ഷേഖിന്റെ വാദം അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന വാദം എന്തുകൊണ്ട് ശിർക്കായി? അത് കണ്ണിൽ കാണാത്ത സഹായമാണ്. എങ്ങനെ സഹായിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇതാണെങ്കിൽ ആ വാദത്തിൽ നിന്ന് നിങ്ങൾ തന്നെ ജിന്നിലൂടെ മാറി. കാരണം എന്താ, ആ ജർമ്മനിയിൽ നിന്ന് വരെ മരുന്നെടുത്തുകൊണ്ട് ഞാൻ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നുവരെ നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വാദിച്ചതോടെ ഇക്കാലം വരെ ഈ സമുദായത്തെ ശിർക്കിന്റെ പേരിൽ നിങ്ങളിവിടെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ തന്നെ സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണ്. അതുകൊണ്ട് മൗലവി, നിങ്ങൾ ഈ അടിസ്ഥാനപരമായ വിഷയത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടും കൂടി ചർച്ച ചെയ്യാം. അതാണ് ആവേശത്തിനിടയിൽ എന്താണ് പറയുന്നത് എന്ന് മറന്നുപോകാൻ പാടില്ല. ഞാൻ ആദ്യം എന്താണോ പറഞ്ഞത് അവിടത്തേക്ക് നൗഷാദ് ഹസനി പറ്റി ഒന്നുകൂടി ഇത് നൗഷാദ് ഹസനി എന്താണോ പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്കിയാൽ മതി. കാരണം മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് വരും എന്ന് നിങ്ങൾ അംഗീകരിച്ചു. ഞങ്ങൾക്കിതിന് അവകാശമില്ലെങ്കിൽ കഴിഞ്ഞല്ലോ. ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇത് പറയാൻ മുജാഹിദികൾക്ക് അവകാശമില്ല, കാരണം മുജാഹിദികൾ മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള സുവർണാവസരമാണ് ഒന്നാമത്. മാറിയിട്ടില്ല എന്ന് ഞങ്ങളും തെളിയിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടാമത് എഴുതിയത് ആവശ്യം തന്നെ ഇല്ല എന്നാണ്. കാരണം മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ഞാൻ പറഞ്ഞിട്ട് മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറയുകയും അതിനുള്ള തെളിവുകളും പ്രമാണങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്ന് ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി നിങ്ങളുടെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പറയാം. ഇത് പറയാനുള്ള അധികാരം മുജാഹിദികൾക്കില്ല. ഇവിടെയല്ല തെളിവ് പറയേണ്ടത്. ഞാൻ പറഞ്ഞുള്ള പുസ്തകങ്ങളും ലേഖനങ്ങളും ഇവിടെയല്ല ഉദ്ധരിക്കേണ്ടത്, അവിടെയാണ്. അത് നിങ്ങൾ ഉദ്ധരിക്കുന്നതോടുകൂടി വിഷയം തീരുമല്ലോ. എന്തേ നിങ്ങൾ അത്ര കൃത്യമായി തെളിയിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭത്തെ ഭയപ്പെടുന്നു? ആ സന്ദർഭത്തെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമായി അത് പരിഗണിച്ചത്. നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഞങ്ങളതിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യമായി ഞങ്ങളിത് വായിച്ചു. ഒന്നുകൂടി വായിക്കുന്നു, കേട്ടോളൂ. ആദ്യമായി കേട്ടോളൂ. എങ്ങനെ സഹായം കിട്ടുന്നു എന്ന് അറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. ഇതോടെ ഇസ്തിഗാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിരിക്കുന്നു. അതിന് നിങ്ങൾ എഴുതി തന്നത് എന്താ? ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ്. ഈ വിഷയത്തിൽ ഒരു വാദപ്രതിരോധം നടക്കട്ടെ. എന്താ നിങ്ങൾക്ക് ഭയം? എന്നിട്ട് നിങ്ങൾ എഴുതി തന്ന വാദമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് എടുത്തിട്ട് നമുക്കൊരു വാദപ്രതിരോധം നടത്തുക. എന്നിട്ട് കൃത്യമായി നമുക്ക് മുഹീദ്ദീൻ ഷേഖിന്റെ വിഷയം എഴുതാം. കാരണം ഇത് തെളിയിച്ചാലേ നിങ്ങൾക്കത് പറയാനുള്ള അധികാരമുള്ളൂ. കാരണം നിങ്ങളിപ്പോ 0 പോയിന്റിലാണ്. ഇതും പറയാനുള്ള അധികാരമില്ല, ഒന്നും പറയാനുള്ള അധികാരമില്ല. കാരണം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ തന്നെ ബാത്തിലാക്കി. പിന്നെ നിങ്ങൾ എങ്ങനെ അത് പറയാ? അതുകൊണ്ട് നിങ്ങൾ ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്നത് ശിർക്കല്ല എന്ന് ജനങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക്, എഴുതിയ സ്ഥിതിക്ക് ഈ ആരോപണങ്ങൾ പിൻവലിക്കണം. ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങളെ കുറിച്ച് ഞങ്ങളോട് കാര്യം അവർ ആരോപണം വാദിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ പറയാണ് ഞങ്ങളെ പഴയകാല വാദത്തിൽ ഞങ്ങൾ മാറി, മുഹീദ്ദീൻ ഷേഖിനോട് തേടൽ ശിർക്കാണെന്നാണ് ഇപ്പൊ ഞങ്ങളെ വാദം എന്ന് നിങ്ങൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഞങ്ങൾ ആദ്യം അതെല്ലാം തെളിയിക്കും. എന്നിട്ടേ വാദപ്രയോഗത്തിന് വരൂ. ഇതുപോലെയാണ് ഇപ്പൊ നിങ്ങളെ മേലിൽ ഞങ്ങൾ ആരോപണം പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ തെളിയിക്കണം. തെളിയിക്കാതെ മറ്റു വാദം പറഞ്ഞില്ല യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് നിങ്ങൾ തെളിയിക്കണം. ഓക്കെ? ആ ആരോപണം നുണയാണ് എന്ന് കൃത്യമായി ഞങ്ങൾ ഇവിടെ എഴുതി. നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം നുണയാണ്. ഇനി പ്രധാനപ്പെട്ട വിഷയം ഈ പ്രാർത്ഥന ശിർക്കാണ്. ഞങ്ങൾ എഴുതിയല്ലോ. ആദ്യം തന്നെ ഞങ്ങൾ എഴുതി മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. അത് പറയാനുള്ള അർഹത തന്നെ ഞങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിനെപ്പറ്റി പറയാം. പിന്നെ എന്തിനാ ഈ രണ്ടാമത്തെ ഒരു വിഷയം? രണ്ടാമത് എഴുതിയത് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ ചർച്ച മുന്നോട്ട് പോവുക. സ്വാഭാവികമായും നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും പിന്മാറ്റം മാറിയിട്ടില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഞാൻ ആവർത്തിക്കേണ്ടതില്ല. ആവർത്തിച്ച് പറയുന്നു മുജാഹിദികൾ മാറിയിട്ടില്ല. മാറി എന്ന് നിങ്ങൾക്ക് പറയുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ എവിടെയൊക്കെ ഈ വിഷയത്തിൽ എന്തൊക്കെ മാറ്റം നിങ്ങൾക്കുണ്ടായി
നിങ്ങൾക്കുണ്ടായി, മുമ്പ് പറഞ്ഞ ഉണ്ടാകാത്ത എന്തൊക്കെ വാദങ്ങൾ ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായി എന്ന് ഞങ്ങൾ അവിടെ തന്നെ തെളിയിക്കും. അതിവിടെയല്ല പറയേണ്ടത് എന്നതുകൊണ്ടാണ് ഞങ്ങളത് പറയാത്തത്. ഒന്ന് അതുകൊണ്ട്, രണ്ടാമത്തത്, ഈ വിഷയം ചർച്ച ചെയ്യുന്നതോടുകൂടി വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളും കടന്നു വന്നു. നിങ്ങൾ തന്നെ അത് പറഞ്ഞു. ശിർക്കാണ് എന്ന് പറയാനുള്ള, മൊഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന വാദം പറയാനുള്ള അവകാശം തന്നെ ഞങ്ങൾക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ആ വിഷയം എന്തുകൊണ്ട് അവകാശമില്ല എന്ന് നിങ്ങൾ പറയുകയും വാദപ്രതിവാദത്തിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങളത് തെളിയിക്കുകയും ചെയ്യുന്നതോടുകൂടി രണ്ടാമത്തെ വിഷയത്തിന് പ്രസക്തിയില്ലാതായി. രണ്ടാമത്തെ വിഷയം അഥവാ ഇങ്ങനെ ഞങ്ങൾ മാറി എന്ന നിങ്ങളുടെ ആരോപണത്തിന് പ്രസക്തിയില്ലാതായി. മാറി എന്ന നിങ്ങളുടെ ആരോപണത്തിന് രണ്ട് മറുപടി ഞങ്ങൾ ഇവിടെ എഴുതി. ഒന്ന്, അന്ന് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് എഴുതി. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ മനസ്സിലാകും ഞങ്ങൾ മാറിയിട്ടില്ല, പണ്ടെഴുതിയ വാദം തന്നെ എഴുതി. വീണ്ടും നിങ്ങളുടെ ആവശ്യപ്രകാരം എഴുതി ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണ ഉന്നയമാണ്. തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പണ്ട് നിങ്ങൾ പറഞ്ഞ എന്താ, എങ്ങനെ സഹായം തേടും, അഭൗതിക സഹായം, ആ രൂപത്തിൽ അറിയാതെയുള്ള എല്ലാ സഹായം ശിർക്കാണ്. ജിന്നിനോട് തേടൽ ശിർക്കാണ്, മലക്കിനോട് തേടൽ ശിർക്കാണ്. ഇപ്പൊ നിങ്ങൾ മാറി, ആ ശിർക്കല്ല നിങ്ങൾ വാദിച്ചു. അതോടുകൂടി നിങ്ങളുടെ ആ സാധാരണ ബുദ്ധിയുള്ള എല്ലാവർക്കും നിങ്ങളെ തൗഹീദ് പൊട്ടിപ്പിളർന്ന തൗഹീദാണെന്ന് വളരെ വ്യക്തമായി. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അത് ചർച്ച ചെയ്യാൻ എന്താ നിങ്ങൾക്കൊരു ഭയം? അത് നിങ്ങൾ ചർച്ച ചെയ്യും. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങൾ പറയും എന്ത്, ആ മൊഹീദ്ദീൻ ശൈഖിനോട് തേടാമെന്ന് നിങ്ങൾ തന്നെ പറയും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പണിയെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു, മൊഹീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ഇത് ശിർക്കാണ് എന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അധികാരമില്ലാത്ത നിങ്ങൾ ചർച്ച ചെയ്യണ്ട. അധികാരമുള്ള ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ അപരാധം അല്ലെങ്കിൽ ഈ വിഷയം അത് ഞങ്ങൾ തെളിയിക്കുമ്പോൾ അല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ, ഞങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾ റെഡിയാക്കി. എങ്ങനെ? ഒരു ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ ഈ വിഷയത്തിൽ ഈ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾ എല്ലാ വിഷയത്തിലും പഴയ നിലപാടാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇസ്തിഹാസ ശിർക്കാണോ അല്ലേ എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾക്കതും മനസ്സിലായിട്ടുണ്ട്. ഇത് എഴുതുന്നതിലുള്ള എന്തോ ഒരു ഭയം നിങ്ങളെ പിടികൂടുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടും നമുക്ക് എഴുതാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് മുഹയ്യദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ തുടങ്ങിയുള്ള ഇസ്തിഹാസയെ തൊടാൻ അവർക്ക് അധികാരമില്ല. അധികാരമില്ലാത്ത വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വരരുത്. എന്തുകൊണ്ട്? ഞങ്ങൾ നേരത്തെ വാദിച്ച അതേ വാദത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ പറയുമ്പോൾ അല്ല, ഞങ്ങൾ പഴയ വാദത്തിലാണ്. അതാണ് ആദ്യത്തെ ചർച്ച അതാക്കണമെന്ന് പറഞ്ഞത്. അതാക്കിയതിന്റെ ശേഷം നിങ്ങൾക്ക് മുഹയ്യദ്ദീൻ ശൈഖിന്റെ വിഷയം കൊണ്ടുവരാം. നിങ്ങൾക്ക് ആ അധികാരം തന്നെ ഇല്ല എന്ന് നിങ്ങളും പറയുന്നു. എങ്കിൽ പിന്നെ എന്തിന് അധികാരമില്ലാത്ത വിഷയത്തിലേക്ക് പോകണം? അത് വ്യക്തമാണ്. അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് പേരിൽ പറഞ്ഞ ഈ വിഷയം ഇത് നിങ്ങൾ കൃത്യമായി പറയുക, വ്യക്തമായി പറയുക. ഞങ്ങൾ പഴയ വാദത്തിൽ തന്നെയാണ്. ജിന്നിനോട് തേടൽ ശിർക്ക് തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾ പറയുന്നില്ല. മലക്കിനോട് തേടൽ ശിർക്ക് തന്നെയാണ്. അത് പാടില്ല, അത് ചെയ്തവൻ കാഫിറാണ്, ജബ്ബാർ മൗലവി കാഫിറാന്നൊക്കെ നിങ്ങൾ പറയും. അതന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തുറന്ന് പറയൂ. നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, മർമ്മപ്രധാനമായ വിഷയത്തിൽ തന്നെ ചർച്ച ചെയ്ത് രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് മുജാഹിദുകളോട് ഇങ്ങനെ എഴുതണമെന്ന് പറയാം. അപ്പൊ മുജാഹിദുകൾ അത് എഴുതൂല. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ടും എഴുതാൻ എന്താ നിങ്ങൾ തയ്യാറാവാത്തത് എന്ന് ചോദിക്കുന്നത്. നമ്മൾ എഴുതി കഴിഞ്ഞു. മാറി എന്ന് നിങ്ങൾ എഴുതി, മാറി എന്നത് നുണയാണ് എന്ന് ഞാനും എഴുതി. എന്നിട്ടും നിങ്ങൾ പറയുന്നു എഴുതാൻ എന്താ നിങ്ങൾക്ക് ഭയം? എന്താ കാരണം? ഇവർ വിചാരിച്ച നമ്മളിത് എഴുതൂല എന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പറയണം. ആ കാണാതെ പഠിച്ചത് പറയല്ലേ, നമുക്കൊന്ന് ആലോചിച്ച് പറയാം. അപ്പോ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എഴുതി, ഞങ്ങൾ പറഞ്ഞെടുത്ത് നിങ്ങൾ എത്തി. ഈ അവസാനം വരെ അവസാനം നിങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഈ വാദം പറയാൻ അവകാശമില്ല. അഥവാ മുഹയ്യദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല. എന്താ കാരണം? ഞങ്ങൾ ചിലതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാദം ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതോടെ ശിർക്കാണ് എന്ന വാദം, പണ്ട് പറഞ്ഞ വാദം ഞങ്ങൾ ഇവിടെ എഴുതിയതിലൂടെ ഞാൻ പറഞ്ഞല്ലോ, അതിന് ഞങ്ങൾക്ക് പണ്ട് പറഞ്ഞ തെളിവാണ് പറയാനുള്ളത്, പണ്ട് പറഞ്ഞ ന്യായമാണ്, പണ്ട് പറഞ്ഞ പ്രമാണമാണ്. അതല്ലാത്ത വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾ മാറി എന്ന് പറയുന്നത് നുണയാണ് എന്ന് ഞങ്ങൾ ഒന്നാമത് എഴുതിയതിലൂടെ തന്നെ തെളിയിച്ചു. തെളിയുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ നുണ പറയുന്നു എന്ന് കൃത്യമായി തന്നെ എഴുതണമെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന് അങ്ങനെ തന്നെ നിങ്ങൾ നുണ പറയുന്നു എന്ന് എഴുതണമെന്ന് നിങ്ങൾ വാശി പിടിച്ചത് കൊണ്ട് നുണയാണ് എന്ന് ഞാൻ എഴുതി.
അത് എഴുതി. അപ്പൊ ഈ ഒന്നാമത് പറഞ്ഞ വിഷയം ചർച്ച ചെയ്യുന്നതോടുകൂടി തന്നെ ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ എന്തുകൊണ്ട് അവകാശമില്ലെന്ന് നിങ്ങൾ തെളിയിക്കുമല്ലോ. ആ തെളിവിൽ ഇതാണല്ലോ വരുന്നത്. കഴിഞ്ഞു. നമ്മൾ രണ്ടാമത് എഴുതിയത് മാറ്റിവെച്ചുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാം. നിങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾക്ക് എഴുതാമായിരുന്നു. ഈ വിഷയം രണ്ട് തരത്തിൽ എഴുതേണ്ടതില്ലായിരുന്നു. ഞങ്ങൾ എഴുതിയതിന് പ്രതികരണമായി മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല, അങ്ങനെ വാദിക്കാൻ മുജാഹിദുകൾക്ക് അവകാശവും ഇല്ല എന്ന് നിങ്ങൾ എഴുതിയിരുന്നെങ്കിൽ വളരെ കൃത്യമാകുമായിരുന്നു. അതിന് പകരം നേരത്തെ എന്തോ വിചാരിച്ചത് നടക്കരുത് എന്ന ധാരണയോടുകൂടി വന്നതുകൊണ്ടാണ് ഈ ദുർവാശി. അത് അവസാനിപ്പിക്കാൻ എന്റെ സഹോദരന്മാർ ഇത് നടത്തണമെന്ന രൂപത്തിൽ തന്നെ പറഞ്ഞു. കാരണം എന്തുകൊണ്ട് പറയും, ഇത് നടന്നു കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങളുടെ വ്യക്തമാവും. കാരണം ഇത്രയും കാലം തീരുമാനമാവും. കാരണം എത്രയും കാലമായി ഭൗതിക സഹായം, അതുപോലെ എങ്ങനെ സഹായിക്കുന്നത് അറിയാത്ത മാർഗത്തിലുള്ള സഹായം, ഇതൊന്നും പാടില്ല, ശിർക്കാണെന്ന് വാദിച്ച നിങ്ങൾ തന്നെ അത് അംഗീകരിച്ച തെളിവുകൾ ഞങ്ങൾ നിരന്തരമായി വായിക്കുമ്പോ, നിങ്ങളുടെ വലിയ വലിയ മൗലവിമാര് കടന്നു വരുമ്പോ നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, രണ്ടും നമ്മൾ സമ്മതിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യമായി നിങ്ങളെ വാദം തകർന്നിട്ടില്ല നിങ്ങൾ തെളിയിക്ക്, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ വാദം വ്യക്തമായി പറയും. നിങ്ങൾ ഈ എഴുതിയ വാദങ്ങൾ സമയം കഴിയുന്നതിന് മുമ്പ് പറയരുത്, ദയവ് ചെയ്ത്. ഞാൻ പറയുന്ന നിങ്ങൾക്ക് ബേജാറ് വേണ്ട വിഷയം നിങ്ങൾക്കുള്ള സമയം നിങ്ങൾക്ക് തന്നെ തരും. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ വാദം നിങ്ങൾ തന്നെ തെരിപ്പണമാക്കുമ്പോ ജിന്നയെ സഹായിക്കണേ, മലക്കയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് നിങ്ങൾ തന്നെ പറയുമ്പോ, പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് ഈ വാദം പറയാൻ അധികാരമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് തെളിയിക്കട്ടെ ആദ്യത്തെ സെഷനിൽ. അപ്പൊ ഇത് ഞങ്ങൾ തെളിയിക്കുമ്പോ അല്ല ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ പഴയ വാദത്തിൽ തന്നെയാണ് എന്ന് നിങ്ങളങ്ങ് സമർത്ഥിക്കുമ്പോ അടുത്തതായി ഞങ്ങൾ ഇതും തെളിയിക്കും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? വ്യക്തമാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ അധികാരം, നിങ്ങളുടെ ആ വിഷയം അത് നിങ്ങൾ സമർത്ഥിക്കുക. അപ്പൊ നിങ്ങൾ അധികാരമുണ്ട് നിങ്ങൾ സമർത്ഥിക്കലാകും. അതോടുകൂടി ഞങ്ങൾ ഈ വിഷയം സമർത്ഥിക്കും. അതല്ലാത്ത കാലത്തോളം നിങ്ങൾ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒന്ന് തന്നെയാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ടോ? ഞങ്ങൾ പിന്നെ നിങ്ങൾ മൊയ്തീൻ ഷേഖ്, അത്ര വ്യത്യാസമുള്ളൂ. സംഗതിയൊക്കെ ഒന്ന് തന്നെ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞതിലൂടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ എന്തേ ഉള്ളൂ, മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് മുജാഹിദികൾ, ഞാനൊന്ന് പറയട്ടെ, എന്ന് മുജാഹിദികളുടെ വാദം, ഞാനൊന്ന് പറയട്ടെ, മുജാഹിദികളുടെ വാദം പേടിയുണ്ടല്ലേ? മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ഇനി നിങ്ങളുടെ വാദം ഇത് മാത്രം എഴുതിയാൽ മതി. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല. മുജാഹിദുകൾ അവരുടെ നിലപാടുകളിൽ മാറിയതിനാൽ അവർക്ക് ഈ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള അവകാശമില്ല എന്ന് എഴുതിയതോടുകൂടി ഒറ്റ വിഷയം തന്നെയായി. ഇത് വെറുതെ ആവശ്യമില്ലാത്ത ഒരു വാദം എടുത്തുകൊണ്ടുവന്ന് അതിനു മുകളിൽ എന്താണ് തൊണ്ട് തടഞ്ഞ് കപ്പൽ നിൽക്കുക എന്ന് പറയുന്ന ഏർപ്പാടുണ്ടാക്കുന്നത് ശരിയല്ല. ഞങ്ങൾ എഴുതി മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. അത് ശിർക്കല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. ശിർക്കല്ല എന്ന് നിങ്ങൾ എഴുതി. ഈ വാദം കൂടി അതിന് തുടർച്ചയായി എഴുതിയാൽ മതി. നിങ്ങൾക്കിത് പറയാൻ അവകാശമില്ല എന്നുകൂടി എഴുതിയാൽ വളരെ കൃത്യമാകും. വളരെ കൃത്യമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, ഞാൻ 23-നാണ് തുടങ്ങിയത്, 24-ആയിട്ട്. മുജാഹിദുകൾ വളരെ കൃത്യമായി അവരുടെ നിലപാട് മാറി എന്ന നിങ്ങളുടെ ആരോപണത്തിന് മറുപടിയായി മാറി എന്ന് നിങ്ങൾ പറയുന്നത് നുണയാണ് എന്ന് എഴുതി. ഇനി അതും വേണമെന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ആ പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങൾ എഴുതി. അത് ശിർക്കല്ല, ഇത് പറയാൻ മുജാഹിദുകൾക്ക് അവകാശമില്ല. സുന്നികൾ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണ് എന്ന് പറയാൻ മുജാഹിദുകൾക്ക് അവകാശമില്ല എന്ന് ഈ വാദത്തോടൊപ്പം ചേർത്തെഴുതിയാൽ തന്നെ നമുക്ക് ആ വിഷയം കൃത്യമായി ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ, നമ്മളിവിടെ ആദ്യം ഞങ്ങൾ ഈ വാദം എഴുതി വായിച്ചു. അപ്പൊ ഇതിന്റെ മറുവാദമായിട്ടാണ് നിങ്ങൾ ആ വാദം എഴുതിയത്. അല്ല, ഞാൻ പറയട്ടെ കഴിഞ്ഞിട്ട് ഇതിന്റെ പറയുന്നതിന് മുമ്പ് ഒന്ന് നമ്മൾ ആദ്യം നിങ്ങൾ ആ വാദം എഴുതി വായിച്ചിട്ട് ഞങ്ങൾ ഇത് എഴുതിയത്. ആദ്യം രണ്ടു അവരവരുടെ വാദം എഴുതാൻ പറഞ്ഞു, എന്നിട്ട് നമ്മൾ ഇതിന്റെ മറുവാദമാണ് നിങ്ങളുടേത് എന്ന് പറഞ്ഞാണ് നിങ്ങൾ വായിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അതിന്റെ മറുവാദമല്ല, അതിന്റെ മറുവാദം എഴുതണം എന്ന് പറഞ്ഞപ്പോ, ഞാൻ പറയട്ടെ, എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാ എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളതും വാങ്ങി, നിങ്ങളുടേത് ഞങ്ങളും വാങ്ങി. എന്നിട്ട് നിങ്ങൾ എഴുതിയതാണ് ഇതിന്റെ മറുവാദമായിട്ട് ഇത് എഴുതി. നിങ്ങൾ എഴുതിയതിന്റെ മറുവാദമായിട്ട് ഞങ്ങളുടെ വാദവും എഴുതി. ഇനി എങ്ങനെ ഇത് ഒന്നാകല എങ്ങനെ? ഇനി അപ്പൊ ഇത് ചർച്ച ചെയ്തിട്ട് മറ്റേ ചർച്ച ചെയ്യണം, അങ്ങനെ വരേണ്ടത് നിങ്ങളുടെ ധാരണയാണ്. അല്ല, ഞാൻ പറയാം, രണ്ടു കൂട്ടരും അവരവരുടെ വാദം എഴുതാൻ പറഞ്ഞു. ഞങ്ങൾ ഒന്നാമതായി ഞങ്ങളുടെ വാദം എഴുതി. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി. നിങ്ങളൊരു വാദം നിങ്ങളും എഴുതി.
തുടർന്ന് നിങ്ങൾ പറഞ്ഞു അതല്ല അങ്ങനെ പോരാ, രണ്ടും രണ്ട് വാദമാണ്, അതിന് പ്രതിവാദം എഴുതണം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അതിനുള്ള മറുപടി നിങ്ങൾ പറയുന്നത് മുജാഹിദുകളുടെ നിലപാടിൽ മാറ്റമുണ്ടായി എന്നാണ്. ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം വാദപ്രതിവാദം നടക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളുടെ പണ്ഡിതന്മാർ എഴുതുന്ന വാദം തന്നെയാണ് ഞങ്ങൾ ഇവിടെ എഴുതിയത്. അതുകൊണ്ട് ഒരു മാറ്റവും ഇല്ല. പിന്നെ ഏതെങ്കിലും തെളിവിൽ ഞങ്ങൾ മാറിയിട്ടുണ്ടോ, ഏതെങ്കിലും ന്യായത്തിൽ ഞങ്ങൾ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് തെളിയിക്കേണ്ടത്. രണ്ടാമതായി വാദത്തിന് നിങ്ങൾ ഉന്നയിച്ച ആരോപണം, ആ ആരോപണം നുണയാണ്, അത് ദുരാരോപണമാണ് എന്ന് ഞങ്ങൾ ഇവിടെ കൃത്യമായി എഴുതി. ഇനിയിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഉപയോഗിച്ച ഒരു പദം ഞാൻ പറയട്ടെ, മൊഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് പറയാനുള്ള അവകാശം തന്നെ മുജാഹിദുകൾക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഈ രണ്ടാമത് നമ്മൾ എഴുതിയ അതേപോലെ നിങ്ങൾ എഴുതിയ ഈ വാദത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം മൊഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല, ശിർക്കാണെന്ന് പറയാനുള്ള അവകാശം മുജാഹിദുകൾക്കില്ല എന്ന് ഈ വാദത്തോടൊപ്പം ചേർക്കാനുള്ളതേ ഉള്ളൂ. അത് ഞങ്ങൾ നേരത്തെ എഴുതിയ വാദത്തിന് നിങ്ങൾ മറുവാദം എഴുതി. ഇത് ഒന്നാം സെഷനാ. കാരണം അല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് നിങ്ങളുടെ പഴയ വാദങ്ങളിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പിന്മാറിയിട്ടുണ്ട്. അതാദ്യം തീരുമാനമാകണം. നമ്മൾ തീരുമാനമാകുന്നത് അത് അതിൻ്റെതായ കൃത്യത്തിനായിരിക്കണം. എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു ഞങ്ങൾ വാദിച്ചു. നിങ്ങൾ പറഞ്ഞു ഇതുപോലെയുള്ള മറ്റു വാദങ്ങളിൽ നിന്നും ഞങ്ങൾ പിന്മാറിയിട്ടില്ല. ആദ്യം പിന്മാറിയോ ഇല്ലേ എന്ന് തീരുമാനമാക്കണം. എന്നതിന് ശേഷമാണ് നിങ്ങളുടെ രണ്ടാമത്തെ വാദവും അതിലുള്ള പ്രതിവാദവും. അത് ഞങ്ങൾ എഴുതിയല്ലോ. ഓരോ വാദത്തിനും രണ്ടും, ഞങ്ങൾ എഴുതിയ വാദം നിങ്ങൾ വേറൊരു വാദം എഴുതി. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടും രണ്ടാണ്, അതുകൊണ്ട് ഓരോന്നിനും പ്രതിവാദം വേണം. അപ്പൊ നിങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ എഴുതിയതിന് നിങ്ങൾ പ്രതിവാദം എഴുതും, ഞങ്ങൾ എഴുതും എന്ന് പറഞ്ഞു. അത് വാങ്ങി ഞങ്ങൾ അതിന് പ്രതിവാദം എഴുതി. ഞങ്ങൾ എഴുതിയതിന് നിങ്ങളും വാങ്ങി നിങ്ങളുടെ എഴുത്തിൽ തന്നെ നിങ്ങൾ ഇതിന് പ്രതിവാദം എഴുതി. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്, രണ്ട് പരിപാടിയാണ്. ആദ്യം നിങ്ങൾ പിന്മാറിയോ ഇല്ലേ എന്ന് തീരുമാനമാക്കണം.